വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന വിവരാവകാശ തട്ടിപ്പുകാർക്കെതിരെയും ഭൂമാഫിയ തട്ടിപ്പിനെതിരെയും നടപടിയെടുക്കാനും വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനും കോർപ്പറേഷൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്ത് പരാതി നൽകുകയും പരാതിക്കാരൻ തന്നെ കക്ഷികളെ നേരിട്ട് കണ്ട് ഭീഷണിപ്പെടുത്തി പാരിതോഷികം കൈപ്പറ്റുന്ന പ്രക്രിയക്കെതിരെയാണ് നിയമ നടപടി സ്വീകരിക്കുക. കൌൺസിലർ AR രാഹുൽനാഥാണ് ഈ വിഷയം കൌൺസിലിൽ അവതരിപ്പിച്ചത്. മാർച്ച് 31 വരെ വസ്തുനികുതി അവധി ദിനങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസവും അടവാക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ആധുനിക അറവുശാല പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും യുനെസ്കോയുടെ അംഗീകാരത്തോടെ തൃശൂർ കോർപ്പറേഷന് ലഭിച്ച ലേണിംഗ് സിറ്റി അംഗീകാരം ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന് കിലയെ ഏൽപ്പിക്കുന്നതിനും കൌൺസിൽ അംഗീകാരം നൽകി. അതേസമയം ആശാവർക്കർമാരുടെ സമരം തീർക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം മേയർ തള്ളി. തൃശൂർ പൂരത്തിന് സമാന്തരമായി എക്സിബിഷൻ നടത്തുവാനുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനത്തിൽ കോർപ്പറേഷൻ നിലപാട് വ്യക്തമാക്കണമെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. സീറോ വേസ്റ്റ് പ്രഖ്യാപനവും മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെ 5 സ്റ്റാർ പദവിക്ക് വേണ്ടിയുള്ള ശ്രമവുമായി നീങ്ങുന്ന കോർപ്പറേഷൻ ജലാശയങ്ങളിലും മറ്റും കക്കൂസ് മാലിന്യം തട്ടുന്നതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നഗരത്തിൽ വ്യാപകമായി വഴിയോര കച്ചവട ബങ്കുകൾ സ്ഥാപിക്കുവാനുള്ള അജണ്ട ഇനം കൌൺസിലർമാരുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ.